വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ആദ്യമായി ഈ ചടങ്ങിലേക്ക് ആശംസകൾ നേരുന്നതിനായി എന്നെ ക്ഷണിച്ച ശ്രീ അജയന് നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം വളരെ പ്രതിഭാശാലികളായ ഒരുപറ്റം ആളുകൾ പങ്കിടുന്ന ഈ വേദിയിൽ എനിക്ക് എന്ന് പറഞ്ഞാൽ കലയുമായോ സാഹിത്യവുമായോ യാതൊരു ബന്ധമില്ലാത്ത എനിക്ക് ഒരിടം തന്നതിലാണത്. ഞാനൊരു സാംസ്കാരിക മുന്നേറ്റത്തിലും പങ്കാളിയായിട്ടില്ല, ഞാനൊരു വാഗ്മിയുമല്ല. എന്നിട്ടും എന്തിനാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് എന്ന് ഞാൻ ആലോചിച്ചു. ശ്രീ അജയനോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം അതിൽ നിന്ന് വളരെ ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു മാറി ഞാൻ കൂടി വന്നാൽ നന്നായിരുന്നു എന്ന മറുപടിയാണ് തന്നത്. അപ്പം ഞാൻ ആലോചിച്ച് നോക്കി എന്തായിരിക്കും ഞാനും ഈ ചടങ്ങും തമ്മിലുള്ള ബന്ധം. അപ്പം എനിക്ക് തോന്നി ട്രെയിൻ, ഈ മഹാന്മാരായ ചിത്രകാരന്മാരും കൊച്ചുകുട്ടികളും ഒരിക്കലെങ്കിലും ട്രെയിൻ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ വരക്കാരും ഞാനും ചെറുപ്പത്തിലൊക്കെ ട്രെയിൻ വരച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും. പിന്നെ അതങ്ങ് ചേരുന്നില്ല, ശരിയായില്ല. വീണ്ടും ആലോചിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഞാനുമായി സംസാരിച്ചിരുന്നപ്പോൾ ഒരു ആശയം പങ്കുവച്ചിരുന്നു. മനുഷ്യ വ്യവഹാരങ്ങളുടെ സാംസ്കാരിക പരിസരം കോട്ടയത്തിൻ്റെ അക്ഷരനഗരിയായ കോട്ടയത്തിൻ്റെ പ്രൗഢിക്കനുസരിച്ച് ഒരു വാതായനം നാഗമ്പടം പാലത്തിനെ ആസ്പദമാക്കി അതിനെ ബേസാക്കിക്കൊണ്ട് ചെയ്യണമെന്നുള്ളത്. അതിന് മറ്റ് അനുവാദങ്ങൾ വേണമെന്നതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം റെയിൽവേയുടെ അനുവാദമാണ്. അതിന് പറ്റുന്ന രീതിയിൽ ഞാനൊരു കലാകാരനല്ലെങ്കിലും കല പ്രോത്സാഹിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ്. അതിന് പറ്റുന്ന രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ആ ഒരു വാഗ്ദാനം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണോ എന്നെ ഇവിടെ ക്ഷണിച്ചത് എന്ന് ഞാൻ സംശയിക്കുന്നു. ചിത്രകല എന്നുള്ളത്, ഞാനൊരു ലേമനാണ്, ഞാൻ കലയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളാണെന്ന് പറഞ്ഞു. ആ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ അറിയൂ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കല, പ്രത്യേകിച്ച് ചിത്രകല എന്നുള്ളത് നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം, ഭാഷയ്ക്ക് മേലെയുള്ള ഒരു മാധ്യമം, നമുക്ക് കഥകൾ പറയാൻ പറ്റുന്ന ഒരു മാധ്യമം, എന്തും നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു മാധ്യമമായിട്ടാണ് ഞാൻ ചിത്രകലയെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ചിത്രകാരനല്ല എന്ന് പറഞ്ഞു, എങ്കിലും ഞാനും വരയ്ക്കാറുണ്ട്. വരയ്ക്കുന്നത് ചില റിപ്പോർട്ടുകളുടെ അവസാനം അതിൻ്റെ ഒരു നട്ട്ഷെൽ ഗ്രാഫിൻ്റെ രൂപത്തിലായിരിക്കും. പൈ ഡയഗ്രമായിട്ടോ ബാർ ഡയഗ്രമായിട്ടോ ഒക്കെ ആണ് റിപ്പോർട്ടുകൾ കൊടുക്കുക. അത് ലഭിക്കുന്ന ആളുകൾ ആദ്യം നോക്കുന്ന ആ ചിത്രത്തിലായിരിക്കും. അതിനുശേഷമേ അതിൻ്റെ വ്യാഖ്യാനം എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകളിലേക്ക് പോകാറുള്ളൂ. കാരണം അവർക്ക് സമയമില്ല. അപ്പോൾ ഒരു ചിത്രത്തിന് എത്രമാത്രം സംവേദിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. ഇവിടെ ശ്രീ അജയൻ ഒരു വലിയ മഹത്തായ ആശയമാണ് മുന്നോട്ട് വെച്ചത്. അദ്ദേഹം അന്ന് പറഞ്ഞതൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. വളരെ വലിയൊരു ക്യാൻവാസാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇതിൻ്റെ ഒരു പ്രൗഢി, കോട്ടയത്തിൻ്റെ പ്രൗഢി മറ്റുള്ളവരെ വിളിച്ചറിയിക്കുന്ന രീതിയിലാണ്. പിന്നെ റെയിൽവേക്ക് അതിന് അനുവാദം തരുന്നതിന് പല പരിമിതികളുണ്ട്. നിങ്ങളറിയുന്നത് പോലെ റെയിൽവേ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാലും അതിനുള്ളിൽ പല പല അനുബന്ധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വമാണ് എനിക്കുള്ളത്. പ്രധാനമായിട്ട് 2 കൺസേൺസ് ആണ് ഞങ്ങൾക്കുള്ളത്. ഒന്ന് സേഫ്റ്റിയാണ്, സുരക്ഷ. റെയിൽവേ ട്രാക്കിനടുത്താണ്. അതുപോലെ ഇപ്പോൾ ഇലക്ട്രിക് ട്രെയിനുകൾ പോകുന്നത് കൊണ്ട് 25,000 വോൾട്ട് കടന്നു പോകുന്ന ലൈനുകൾ മുകളിലൂടെയുണ്ട്. അതിൻ്റെ 2 മീറ്റർ പരിസരത്ത് പോലും ചെല്ലാൻ സാധിക്കില്ല. ഇൻഡക്ഷൻ കൊണ്ട് നമുക്ക് കറണ്ട്, ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാവാം. ഇങ്ങനെയുള്ള പല സേഫ്റ്റി കൺസേൺസും ഞങ്ങൾക്കുണ്ട്. മറ്റൊന്ന്, നിങ്ങളറിയുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളിൽ പലർക്കും അറിയാത്തതുപോലെ റെയിൽവേ നഷ്ടത്തിലാണ് യാത്രക്കാരെ കൊണ്ടുപോകുന്നത്. നിങ്ങളിൽ നിന്ന് വാങ്ങുന്ന ടിക്കറ്റ് നിരക്കെന്ന് പറയുന്നത് ഞങ്ങളുടെ ചിലവിൻ്റെ പകുതിയോളമേ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാഭകരമായിട്ട് ഓടിക്കുന്നത് ഗുഡ്സിൽ നിന്നാണ്, ചരക്ക് ഗതാഗതത്തിലൂടെയാണ്. വീണ്ടും ഞങ്ങൾക്ക് ആ ചരക്കിൻ്റെ ഫ്രൈറ്റ് കൂട്ടിയാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ സാധാരണ സാധനങ്ങളിലെ വില കൂടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി സ്പേസുകളെ വാണിജ്യ സ്പേസുകളായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഓരോ സ്ക്വയർ ഫീറ്റും അല്ലെങ്കിൽ ഓരോ സ്ക്വയർ ഇഞ്ച് സ്ഥലവും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നാഗമ്പടം പാലം പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു പ്രൈം സ്പോട്ടിൽ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. എങ്ങനെ അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത, റവന്യൂ ഏൺ ചെയ്യുക എന്നുള്ളത്. എങ്കിലും ഇങ്ങനെ മഹത്തായ ഒരു ആശയം പറഞ്ഞപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ എല്ലാവിധ സഹായവും ചെയ്യാം എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുകയുണ്ടായി. ഞാനത് ഈ സദസ്സിനെ മുൻനിർത്തി വീണ്ടും ആവർത്തിക്കുന്നു. എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് അജയൻ്റെ മോഹം, സ്വപ്നം പൂവണിയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ ഈ സ്കൂൾ എന്ന് പറയുന്നത് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. 2ാമത്തെ ഒരു ശാഖയായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഇത് വരും നാളുകളിൽ വിജയത്തിൻ്റെ വെന്നിക്കുടി മാറിക്കുന്ന എണ്ണം പറഞ്ഞ കലാകാരന്മാരെ സൃഷ്ടിച്ചു വിടുന്ന ഒരു
സംരംഭമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.